നമ്മൾ സംസ്ഥാനത്തെ മഴയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. മഴ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ദേശീയ തലസ്ഥാനത്ത് പക്ഷേ മഴ വലിയ ആശ്വാസമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പക്ഷേ ഇന്നിതാ അവിടെയും മഴ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ്. രാജ്യാന്തര വിമാനത്താവളത്തിന്റെ മേൽക്കൂരയിലടക്കം വലിയ തകർച്ച സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ വലിയ വാർത്ത വരുന്നുണ്ട്. ഏതായാലും ദില്ലിയെ സംബന്ധിച്ച് ഈ മഴ പെയ്തത് നേരിയൊരു ആശ്വാസം എന്തായാലും നൽകുന്നുണ്ട്. കാരണം ശക്തമായ ഉഷ്ണതരംഗമൊക്കെ ഉണ്ടായിരുന്നൊരു പ്രദേശമാണ്. 50 ഡിഗ്രിയിലധികം ചൂട് അനുഭവപ്പെട്ടിരുന്നു ദില്ലിയുടെ പല മേഖലയിലും എന്ന വാർത്തകളൊക്കെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദേശീയ തലസ്ഥാനത്ത് ഇപ്പോൾ മഴ പെയ്തിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്തത്. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴയിൽ പ്രധാന മേഖലകളിലടക്കം വെള്ളക്കെട്ടുണ്ടായി. കനത്ത മഴയിൽ ദില്ലി എയർപോർട്ടിൽ ടെർമിനൽ 1 മേൽക്കൂര തകർന്നു. വിമാന സർവീസുകളും വൈകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ രീതിയിൽ മഴ ഇപ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. സ്വാതി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ മഴയുടെ വിവരങ്ങളുമായി. സ്വാതി, ഇതാ കുറേ കാലങ്ങൾക്ക് ശേഷം ദില്ലിയിൽ മഴ പെയ്യുകയാണ്. പക്ഷേ പെയ്തപ്പോൾ അത് അതിഭയങ്കര മഴയായി മാറുകയും ചെയ്തു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനു സൂചിപ്പിച്ച പോലെ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കനത്ത ചൂടിലായിരുന്നു ദില്ലി രാജ്യ തലസ്ഥാനം. പക്ഷേ ഇപ്പോൾ മഴ ഒരുപാട് ആശ്വാസം പകരുന്നു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം വിട്ടതെങ്കിൽ ഇന്ന് നമ്മൾ അതൊരു ദുരിത പെയ്ത്തിലേക്ക് പോകുന്നു എന്നുള്ള ഏറ്റവും ആശങ്കാപരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഇന്ന് തരാനായിട്ടുള്ളത്. കാരണം ഇന്നലെ രാത്രിയിലാണ് ഇവിടെ ശക്തമായ മഴ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ രാവിലെയൊക്കെ തന്നെയും നേരിയ തോതിൽ മഴ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടെ മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് യാത്രയൊക്കെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദില്ലി എയർപോർട്ടിലെ 1-ാം ടെർമിനലിലെ മേൽക്കൂര തകർന്നു എന്ന് പറയുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അതിൽ 6 പേരോളം അപകടം പറ്റിയിട്ടുണ്ട്. ഈ 6 പേരെയും അടുത്ത ആശുപത്രിയിൽ എത്തിച്ചേക്കുകയാണ്. വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയും അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഈ ദില്ലിയെ സംബന്ധിച്ച് ഈ ദില്ലിയുടെ ജോഗ്രഫി തന്നെ ഈ വെള്ളക്കെട്ടിനെ തടയുവാനുള്ള സജ്ജീകരണങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മരം കടപുഴകി വീഴുന്ന അവസരങ്ങൾ, അത്തരത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്നു. ചേരി പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഈ മഴ ഉണ്ടാക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കിപ്പോൾ ഈ പ്രധാന റോഡുകളിലെല്ലാം തന്നെ വെള്ളം കയറിയ ഒരവസ്ഥയാണ്. രാവിലെ കൂടുതലും ഇവിടെ റിക്ഷ ഡ്രൈവർമാരൊക്കെ അധികമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അവർക്കൊന്നും അവരുടെ ജോലിയിലേക്ക് രാവിലെ കടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം റോഡ് മുഴുവൻ വെള്ളക്കെട്ടുകളായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കനത്ത മഴ ദില്ലിയിലടക്കം ഉണ്ടാകും എന്ന് അറിയിപ്പുണ്ടായിരുന്നു. ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റോടുകൂടിയ മഴ തന്നെയായിരിക്കും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ, അടുത്ത 3 ദിവസങ്ങളിലും ഉണ്ടാകുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും അത്തരത്തിലുള്ള അറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല വിമാന സർവീസുകൾ വൈകും എന്നടക്കമുള്ള അറിയിപ്പുകൾ കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനു. ശരി സ്വാതി, എനിക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ദില്ലി നഗരത്തിൽ വെള്ളം കയറി ഇങ്ങനെ മൂടിക്കിടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പക്ഷേ അതിനെക്കുറിച്ച് ഏതെങ്കിലും മാധ്യമങ്ങൾ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്, അവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നതിനെക്കുറിച്ച് നിങ്ങളോട് ആരോടെങ്കിലും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കാരണം വളരെ ചെറിയ സമയത്തിൽ വലിയ മഴ പെയ്താൽ ഏത് നഗരത്തിലും വെള്ളക്കെട്ടുണ്ടാകും എന്നത് ഒരു സാധാരണ കാര്യമാണ്. കാരണം നഗരമെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രമാത്രം കെട്ടിടങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം കൂടിയാണ്. കേരളത്തിൽ മാത്രം വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ അത് വലിയ വാർത്തയാക്കുകയും മറ്റിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായാൽ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങൾ കൂടി ഇതൊന്ന് കാണേണ്ടതാണ്. ഇതാ തത്സമയ ദൃശ്യങ്ങൾ കാണാം നമുക്ക്. മഴയിൽ ഒരു ബസ് അടക്കം കിടക്കുന്നുണ്ട്. വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ അതിനിടയിലൂടെയാണ് കടന്ന് വരുന്നത്. സ്വാതി, മറ്റൊരു കാര്യം, ഈ ദില്ലിയിലെ മഴയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം നമ്മുടെ നാട് പോലല്ല. ഈ വീടുകളില്ലാത്ത ഒരുപാട് മനുഷ്യർ തെരുവുകളിൽ ഉറങ്ങുന്ന സ്ഥലങ്ങൾ കൂടിയാണ്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. തീർച്ചയായും മനു, അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ ചൂട് വന്നാലും മഴ ഉണ്ടായാലും ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന അത്തരത്തിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള തെരുവിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ദില്ലിയിലെ പല കേന്ദ്രങ്ങൾ, അതും ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലടക്കം ഇത്തരം ചേരി പ്രദേശങ്ങളും തെരുവിൽ കഴിയുന്നവരും ധാരാളമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഈ കൊണാട്ട് പ്ലേസൊക്കെ നമുക്ക് സന്ദർശിച്ചാൽ മനസ്സിലാകുന്നതാണ്. അവിടെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ തെരുവിൽ അഭയം പ്രാപിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെയും കനത്ത ദുരിതത്തിലാകും എന്നുള്ളത് തന്നെയാണ്. ഈ വെള്ളക്കെട്ട് മാറ്റാനുള്ള സൗകര്യം
സൗകര്യങ്ങൾ തീരെ ഇവിടെ കുറവ് തന്നെയാണ്. ഈ ഡ്രെയിനേജ് സംവിധാനങ്ങളൊക്കെ തന്നെയും നമ്മുടെ അത്ര പോലും ഉണ്ടാകാത്ത സ്ഥലമാണ് ദില്ലി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ടുകളൊക്കെ വലിയ കാര്യമായി തന്നെ ആളുകളെ ബാധിക്കുന്നുണ്ട്. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ രാവിലെ നമുക്ക് മെട്രോ സ്റ്റേഷനുകളിൽ നിന്നും നമ്മുടെ ഓഫീസിലേക്ക് വരുന്നത് വരെ വലിയ ബുദ്ധിമുട്ടായി നിലനിൽക്കുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. കാരണം മെട്രോ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് റിക്ഷ പിടിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ ഓഫീസിലടക്കം എത്തുന്നത്. പക്ഷേ റിക്ഷ കിട്ടാൻ ഇല്ലാത്ത ഒരു സാഹചര്യം, വെള്ളക്കെട്ട് കാരണം അതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ യാത്രക്കാർ അത്രയും ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും തന്നെ നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ടതാണ്.